നമസ്തേ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വാസ്തുശാസ്ത്രവുമായി ബന്ധപ്പെട്ട് നൽകുന്ന ചില സൂചനകളെ കുറിച്ചാണ്. അതായത് വാസ്തുശാസ്ത്ര പ്രകാരം 8 ദിക്കുകളാണുള്ളത്. അതുകൂടാതെ 2 ഉപദിക്കുകൾ കൂടിയുണ്ട്. അതായത് ആകാശവും പാതാളവുമാണ് ഉപദിക്കുകൾ. എന്നാൽ 7 ദിക്കുകൾക്കും ദേവന്മാർ അധിപന്മാരാകുമ്പോൾ ഒരു ദിക്കിന് മാത്രം അസുരൻ അധിപനാകുകയാണ്. അതായത് നിർദ്ദികോണ് എന്ന് പറയുന്ന കന്നിമൂല, തെക്ക് പടിഞ്ഞാറേ മൂലയാണ് കന്നിമൂല സ്ഥിതി ചെയ്യുന്നത്. ഈ ഭാഗത്തിന് വളരെയധികം പ്രാധാന്യങ്ങളാണ് ഉള്ളത് വാസ്തുശാസ്ത്ര പ്രകാരം. കന്നിമൂല ശരിയാകുമ്പോൾ തന്നെ വീട്ടിലെ പലവിധ ദോഷങ്ങളും മാറുവാൻ വളരെ സാധ്യത കൂടുതലാണ്. വീട്ടിൽ നിലനിൽക്കുന്ന ദുഃഖ ദുരിതങ്ങൾ, അതുപോലെ വഴക്കുകൾ പൂർണ്ണമായും ഒഴിവാകുന്നതാണ്. എന്നാൽ ഈ ദിക്കിലുള്ളത് ക്ഷിപ്രകോപിയായ അസുരനായതിനാൽ ഗുണമായാലും ദോഷമായാലും പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ആയതിനാൽ കന്നിമൂല ഭാഗത്ത് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതായത് കന്നിമൂല വഴി ഇടുവാൻ പാടില്ല. അതുപോലെ ബാത്റൂം മുതലായവ അവിടെ സ്ഥാപിക്കുവാൻ പാടില്ല. മലിനജലം കടത്തിവിടാതിരിക്കുവാൻ മാക്സിമം ശ്രമിക്കേണ്ടതാണ്. സെപ്റ്റിക് ടാങ്ക് മുതലായവ കന്നിമൂല ഭാഗത്ത് വരാൻ പാടില്ല. നീളത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ പാടില്ല. അതോടൊപ്പം കന്നിമൂല കെട്ടിത്തിരിക്കുവാൻ പാടില്ല. അതായത് വെട്ടിമുറിക്കുക എന്നൊക്കെ പറയുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി ഈ കാര്യങ്ങളെല്ലാം കന്നിമൂല ഭാഗത്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കുന്ന രോഗദുഃഖ ദുരിതങ്ങളും ദാമ്പത്തികമായിട്ടുണ്ടായിരുന്ന ക്ലേശ ദുഃഖ ദുരിതങ്ങളും ഒക്കെ മാറി നല്ലൊരു ശുഭനിമിത്തം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായും കന്നിമൂല ഭാഗം നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി വൃത്തിയോടുകൂടിയും കൈകാര്യം ചെയ്യേണ്ട ഒരു ദിക്ക് തന്നെയാണ് തെക്ക് പടിഞ്ഞാറേ മൂലയായ നിർദ്ദി കോണ് എന്ന് പറയുന്ന സ്ഥലം. അതുകൊണ്ട് ഈ ഭാഗത്ത് ചവറ് കൂട്ടിയിട്ട് കത്തിക്കാനോ അല്ലെങ്കിൽ മത്സ്യങ്ങളുടെയും മാംസങ്ങളുടെയും വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഇടാനോ ഒന്നും പാടില്ലാത്തൊരു ഭാഗമാണ് നിർദ്ദി കോണ് എന്ന് പറയുന്ന കന്നിമൂല. ഈ തെറ്റുകളൊന്നും വരാതിരിക്കുവാൻ 100% നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കന്നിമൂല ഭാഗം പൊങ്ങിയിരിക്കുന്നത് വളരെ ഉത്തമമാണ് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം. ഒരിക്കലും കന്നിമൂല ഭാഗം താഴ്ന്നിരിക്കുവാൻ പാടില്ല. താഴ്ന്നിരുന്നു കഴിഞ്ഞാൽ പലവിധ ദുഃഖ ദുരിതങ്ങൾ വന്നു ഭവിക്കുവാൻ സാധ്യത ഏറുകയാണ്. അതുപോലെ കന്നിമൂലയുമായി ബന്ധപ്പെട്ടുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. എന്നാൽ പലവിധ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പാളിച്ച വന്നു എങ്കിൽ പുതിയതായി നിർമ്മിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായി കരുതുന്നത്. നിങ്ങൾ താമസിക്കുന്ന ഗൃഹത്തിൽ എന്തെങ്കിലും വാസ്തുപരമായ പിഴവുകൾ നിങ്ങൾക്ക് സൂചനയിൽപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഒരു സ്ഥപതിയെ കൊണ്ടുവന്ന് ആ സ്ഥലം കാണിച്ച് അവിടെ വേണ്ട തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഭിവൃദ്ധി ഉണ്ടാകുന്നതാണ്. അതായത് വീടിന്റെ ചുറ്റളവ്, ദർശനം, മറ്റുള്ള കാര്യങ്ങൾ, ബ്രഹ്മസൂത്രം, യമസൂത്രം എന്നിവയെല്ലാം കറക്റ്റ് ആണോ എന്ന് കൂടി വിലയിരുത്തിയതിനു ശേഷം വേണ്ടവിധ പരിഹാരങ്ങൾ ചെയ്താൽ വളരെ അനുകൂല അവസ്ഥ വന്നു ചേരുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.